കൈനമാറ്റിക്സ് ഓഫ് റിജിഡ് ബോഡി മോഷൻ. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാസ് പോയിൻറ്റ്സ്, ഓക്കെ, subject to holonomic constraints that the distance between all pairs of points remain constant throughout the motion. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ്, അതായത് ഒരു സിസ്റ്റം ഓഫ് മാസ് പോയിൻറ്റ്സ് ആണ്. അതായത് നമ്മൾ മാസിനെ പോയിൻറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സിസ്റ്റം ഓഫ് മാസ് പോയിൻറ്റ്സ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. കണ്ടോ ഡിസ്റ്റൻസ്? ഇപ്പോൾ ഇവിടെ 3 പാർട്ടിക്കിൾസ് ആണെങ്കിൽ 1ഉം 3ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് r13, r23, r12, ഇതെന്താണ് ഡിസ്റ്റൻസ് പറയുന്നത്? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കൺസ്ട്രെയിൻ. ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ മോഷനെ ഫോർബിഡൻ ചെയ്യുന്ന ഒരു ഫാക്ടറിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുക, അല്ലേ? അപ്പോൾ അതിൻ്റെ കൈനമാറ്റിക്സ്, റിജിഡ് ബോഡിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ, ഇതിൻ്റെ മോഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ്, മോഷനെ നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? കോർഡിനേറ്റ് വേണം, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ കൺസ്ട്രെയിൻ ഒഴിവാക്കി നമുക്ക് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിജിഡ് ബോഡിയിൽ നമ്മൾ കണ്ടുപിടിക്കുക, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മോഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഓഫ് റിജിഡ് ബോഡി. ഓക്കെ, ഒരു റിജിഡ് ബോഡിയിൽ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ അതിന് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവുക നമുക്കറിയാം. പക്ഷേ ഇവിടെ കൺസ്ട്രെയിൻ ഉണ്ട്. കാരണം റിജിഡ് ബോഡിയിൽ എന്താണ് കൺസ്ട്രെയിൻ? എന്താണ്? Rij = Cij. അതായത് Rij എന്ന് പറഞ്ഞാൽ ith പാർട്ടിക്കിളും jth പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതാണ് അതിൻ്റെ കൺസ്ട്രെയിൻ. അപ്പോൾ അത്രയും ആ ഒരു 3n നിന്ന് അത്രയും കൺസ്ട്രെയിൻ കുറച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് കിട്ടുക. ഇനി ടു ഫിക്സ് എ പോയിൻ്റ് ഇൻ ദ റിജിഡ് ബോഡി. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു സ്പെസിഫൈ ഇറ്റ്സ് ഡിസ്റ്റൻസസ് ടു ഓൾ അതർ പോയിൻറ്റ്സ് ഇൻ ദ ബോഡി. ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് വിത്ത് ഓൾ അതർ പോയിൻ്റ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്താണ്? നമുക്ക് 3 പോയിൻറ്റ്സ് നോൺ കോലീനിയർ ആയിട്ടുള്ള പോയിൻറ്റ്സ് 3 എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ദസ് ദ പൊസിഷൻ ഓഫ് 3 ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ റിജിഡ് ബോഡി ആർ ഡിറ്റർമിൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 3 എണ്ണത്തിൻ്റെ 1, 2, 3 എന്ന് പറയുന്ന 3 പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ചെയ്യണം. സോ ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ദെർഫോർ എന്താണ്? നോട്ട് മോർ ദാൻ 9, 9ൽ കൂടുതൽ വരില്ല. ഓക്കെ, 3 പാർട്ടിക്കിൾ എടുത്തു, 9ൽ കൂടുതൽ, അതായത് 9 എണ്ണമാണ്. 9 കോർഡിനേറ്റ് വേണമല്ലോ നമുക്കിതിൻ്റെ എന്താ പറയുക പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്. 3, 3, 3 എന്ന് പറഞ്ഞിട്ട് അത് മാത്രം പോരാ. അത് കൺസ്ട്രെയിൻ ഉണ്ടല്ലേ, Rij = Cij എന്ന് പറയുന്ന കൺസ്ട്രെയിൻ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺസ്ട്രെയിൻ ഉണ്ടാവും, സെക്കൻഡ് പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ ഉണ്ടാവും, തേർഡ് പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ ഉണ്ടാവും, അല്ലേ? R12 = Z12, അതേപോലെ R23 = Z23, R13 = C13. അപ്പോൾ ആ 3 കൂടി കുറയും, അല്ലേ? റെഡ്യൂസ് ചെയ്യും ആ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിട്ട് മാറി? 6 കോർഡിനേറ്റ്സ് ആയിട്ട് മാറി എന്ന് നമുക്ക് പറയാം. 6ൽ കൂടില്ല. പിന്നെ പറയുന്നത് ഇതിലിപ്പോൾ എന്താണ്, ഈ റിജിഡ് ബോഡിയുടെ കേസിൽ ഇതിൽ ഇനിയും കൺസ്ട്രെയിൻ വരാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർഫസ് ഓഫ് എ സ്ഫിയർ മാത്രമാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എഗെയിൻ എന്ത് ചെയ്യും? ഒരു പോയിൻ്റ് കൂടെ കുറയും. അപ്പോൾ അങ്ങനെ കൺസ്ട്രെയിൻസ് വരും ഇതിൽ. നൗ ഹൗ ഷാൽ ദീസ് കോർഡിനേറ്റ്സ് ബി അസൈൻഡ്? അപ്പോൾ എന്താണ് കോൺഫിഗറേഷൻ ഓഫ് റിജിഡ് ബോഡി കംപ്ലീറ്റ്ലി എങ്ങനെ സ്പെസിഫൈ ചെയ്യാം? യൂസിങ് കാർട്ടീഷ്യൻ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മൾ 2 സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ആണ് എടുക്കുന്നത്. ഒന്ന് കാർട്ടീഷ്യൻ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ഫിക്സഡ് ഇൻ ദ റിജിഡ് ബോഡി. കാർട്ടീഷ്യൻ സെറ്റ് ഓഫ് കോർഡിനേറ്റ് ഫിക്സഡ് ഇൻ ദ റിജിഡ് ബോഡി. അതിനെ നമ്മൾ പ്രൈംഡ് ആയിട്ട് കാണിക്കും, അതായത് X പ്രൈം, Y പ്രൈം എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റിലേറ്റീവ് ടു, സോ ദീസ് പ്രൈംഡ് ആക്സിസ് ഈസ് റിലേറ്റീവ് ടു എ കോർഡിനേറ്റ് സിസ്റ്റം പാരലൽ ടു ദ എക്സ്റ്റേണൽ ആക്സിസ്. അതിനെ നമ്മൾ അൺപ്രൈംഡ് ആയിട്ട് കാണിക്കും. പക്ഷേ എന്താണ്? രണ്ടിൻ്റെയും ഒറിജിൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പ്രൈംഡ് ആക്സിൻ്റെയും അൺപ്രൈംഡ് ആക്സിൻ്റെയും ഒറിജിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കോമൺ ഒറിജിൻ അല്ലെങ്കിൽ ഒറിജിൻ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. ഈ എക്സ് വൈ സെറ്റ് എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ദെൻ മറ്റേത്, അതായത് എക്സ് പ്രൈം വൈ പ്രൈം സെറ്റ് പ്രൈം എന്ന് പറഞ്ഞാൽ റിജിഡ് ബോഡിയിൽ ഫിക്സ് ചെയ്ത കോർഡിനേറ്റ്സ് ആണ്. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണിതാ, ഒറിജിൻ എന്ന് പറയുന്നത് കോമൺ ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ഒരു റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് പ്രൈമഡ് കോർഡിനേറ്റിൽ നിന്ന് അൺപ്രൈംഡ് കോർഡിനേറ്റിലേക്കുള്ള റിലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ കുറേ മെത്തേഡുകളുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡയറക്ഷൻ കൊസൈൻ മെത്തേഡുകളാണ്. ഓക്കെ, പ്രൈംഡ് ആക്സിസ് നിന്ന് അൺപ്രൈംഡ് ആക്സിസിലേക്ക് അല്ലെങ്കിൽ അൺപ്രൈംഡ് ആക്സിസ് നിന്ന് പ്രൈംഡ് ആക്സിസിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യുന്നത് ഡയറക്ഷൻ കൊസൈൻ വെച്ചിട്ട് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫിഗർ തന്നെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഓക്കെ, ദെൻ നമ്മുടെ റിജിഡ് ബോഡിയിലുള്ള ആക്സിസുകൾ, റിജിഡ് ബോഡിയിൽ പ്രൈംഡ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതിനെന്ത് പറഞ്ഞാൽ എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം. ഓക്കെ, ഇനി ഒരു പോയിൻ്റ് എടുത്തു, ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻ്റ്, അതിന് പീന്നോ ഒരു പേര് കൊടുക്കുക. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ സപ്പോസ് ഞാൻ ഈ എസ് എന്ന് പറഞ്ഞാൽ പ്രൈം ഇല്ലാത്ത ഫ്രെയിം ഓഫ് റെഫറൻസ്, എസ് പ്രൈം എന്ന് പറഞ്ഞാൽ പ്രൈംഡ് റെഫറൻസ്. എനിവേ വിത്ത് റെസ്പെക്ട് ടു അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് ഈ പോയിൻ്റ് എനിക്ക് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, അതാണ് അതിന് പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന കോർഡിനേറ്റ്സ്. അടുത്തത് പ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണെങ്കിൽ എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം എന്ന് വെച്ചിട്ട് ഈ പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. നോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞു എക്സ് എന്ന് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് പ്രൈം വിത്ത് എക്സ് വൈ സെഡ്. അപ്പോൾ എക്സ് പ്രൈം എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു ആക്സിസിൽ നിന്ന് നമ്മൾ ഏതിലേക്കാവുന്ന പോകുന്നത്, റിലേറ്റീവ് ടു എക്സ് വൈ സെഡ് എന്ന് വെച്ചാൽ എക്സ് പ്രൈമിനെ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ടേംസിൽ എഴുതണം. അതാണ് റിലേഷൻ ബിറ്റ്വീൻ എക്സ് പ്രൈം ആൻഡ് എക്സ്, അതല്ലെങ്കിൽ അൺപ്രൈമഡും പ്രൈമഡും തമ്മിലുള്ള റിലേഷൻ, ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് പ്രൈം വിത്ത് എക്സ് വൈ സെഡ്. ബിഫോർ ദാറ്റ് എന്താണ്, വി നോ ആർ എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൊസിഷൻ വെക്ടറാണ് ആ പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ആർ വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ ആണ്. ആർ പ്രൈം എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്രൈം പ്ലസ് വൈ ജെ പ്രൈം പ്ലസ് എഡ് കെ പ്രൈം. പക്ഷേ ആർ ഈക്വൽ ടു ആർ പ്രൈം ആയിരിക്കും. ആ ഫിഗറിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ്. എനിവേ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞു. ഡയറക്ഷൻ കൊസൈൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എക്സ് പ്രൈമിൽ നിന്ന് നമ്മൾ ഏതിലേക്കാണ് പോകുന്നത്, എക്സിലേക്ക്, വൈയിലേക്ക്, സെഡിലേക്ക് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഫസ്റ്റ് എക്സ് പ്രൈമിൽ നിന്ന് എക്സിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് എക്സ് പ്രൈം ആക്സിസ് അല്ലേ. എക്സ് പ്രൈമിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് പോയി, എക്സിലേക്ക് പോയി. ഓക്കെ, എക്സ് പ്രൈമിൽ നിന്ന് എക്സിലേക്ക് പോയി, അതിനെ ആൽഫ 1 ആ ആംഗിളിനെയാണ് എന്തെന്ന് പറയുന്നത്, ആൽഫ 1 എന്ന് പറയുക. ഇനി എക്സ് പ്രൈമിൽ നിന്ന് ഇതിലേക്ക് പോകണം, വൈയിലേക്ക് പോകണം. അപ്പോൾ അതാണ് ഈ ആംഗിൾ, കണ്ടോ ഇവിടെ ആൽഫ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സ് പ്രൈമിൽ നിന്ന് ഇതിലേക്ക് പോകണം, സെഡിലേക്ക് പോകണം. ഇതാണ് കണ്ടോ, അത് ആൽഫ 3. അപ്പോൾ അതാണ് ഡയറക്ഷൻ കൊസൈൻ ആംഗിൾസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ യൂണിറ്റ് വെക്ടർ കാണിച്ചിട്ടുണ്ട്. ഐ പ്രൈം ഉണ്ട്, കെ പ്രൈം ഉണ്ട്, ജെ പ്രൈം ഉണ്ട്. അതേപോലെ തന്നെ ഐ ഉണ്ട്, ജെ ഉണ്ട്, കെ ഉണ്ട്. ഇതൊക്കെ ഡയഗ്രത്തിൽ വരയ്ക്കുക. നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കിട്ടി. ആൽഫ 1, ആൽഫ 2, ആൽഫ 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ആ ഡയറക്ഷൻ കൊസൈൻ ആൽഫ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്, അതിന് കൊസൈൻ ഐ പ്രൈം ഡോട്ട് ഐ അല്ലേ. അത് എക്സ് പ്രൈമിൽ നിന്ന് എക്സിലേക്കാണ് പോയത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ഐ പ്രൈം ആയിരുന്നു, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ഐ. അപ്പോൾ ആ കൊസൈൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ കോസ് ഐ പ്രൈം ഡോട്ട് ഐ ആണ്. അതിന് നമുക്ക് സിംപ്ലി ഐ പ്രൈം ഡോട്ട് ഐ എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ആൽഫ 2 എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് പോയത്, എക്സ് പ്രൈമിൽ നിന്ന് വൈയിലേക്കാണ് പോയത്. അപ്പോൾ എന്താണ്, കോസ് ഐ പ്രൈം ഡോട്ട് ജെ, അതിന് നമുക്ക് ഐ പ്രൈം ഡോട്ട് ജെ എന്ന് എഴുതാം. ആൽഫ 3 എന്ന് പറഞ്ഞാൽ കോസ് ഐ പ്രൈം ഡോട്ട് കെ, അതിന് ഐ പ്രൈം ഡോട്ട് കെ എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഈ 3 ഇക്വേഷൻസിനെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഐ പ്രൈം കിട്ടും അല്ലേ. ഐ പ്രൈം എന്ന് പറഞ്ഞാൽ ഓർ ദ യൂണിറ്റ് വെക്ടർ ഐ പ്രൈം ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്, ഐ പ്രൈം ഡോട്ട് ഐ ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് ഐ പ്രൈം ഡോട്ട് ജെ ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് ഐ പ്രൈം ഡോട്ട് കെ ഇൻറ്റു കെ ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ
ഐ പ്രൈം ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആൽഫ 1 ആണ് അല്ലേ. അപ്പോൾ ആ വാല്യൂ നമ്മൾ കൊടുത്തു. വി ഗെറ്റ് ഐ പ്രൈം ഈക്വൽ ടു ആൽഫ 1 ഐ ക്യാപ്പ് പ്ലസ് ആൽഫ 2 ജെ ക്യാപ്പ് പ്ലസ് ആൽഫ 3 കെ ക്യാപ്പ്. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. സിമിലർലി ഇപ്പോൾ നമ്മൾ എക്സ് പ്രൈമെന്ന് എക്സിലേക്ക്, എക്സ് പ്രൈമെന്ന് വൈയിലേക്ക്, എക്സ് പ്രൈമെന്ന് സെഡിലേക്ക് പോയി. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിമിലർലി ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് വൈ പ്രൈം ആക്സിസ് വിത്ത് എക്സ് വൈ സെഡ് നമുക്ക് കാണാം. അതായത് വൈ പ്രൈമെന്ന് എക്സിലേക്ക് പോവുക, വൈ പ്രൈമെന്ന് വൈയിലേക്ക് പോവുക, വൈ പ്രൈമെന്ന് സെഡിലേക്ക് പോവുക. അപ്പോൾ ആ ഡയറക്ഷൻ കൊസൈൻ ആംഗിൾസിനെ β1, β2, β3 നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ വെച്ചിട്ട് β1 ഈക്വൽ ടു ജെ പ്രൈം ഡോട്ട് ഐ, β2 ഈക്വൽ ടു ജെ പ്രൈം ഡോട്ട് ജെ, β3 ഈക്വൽ ടു ജെ പ്രൈം ഡോട്ട് കെ എന്ന് എഴുതാം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ജെ പ്രൈം ഈക്വൽ ടു ജെ പ്രൈം ഡോട്ട് ഐ ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് ജെ പ്രൈം ഡോട്ട് ജെ ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് ജെ പ്രൈം ഡോട്ട് കെ ഇൻറ്റു കെ ക്യാപ്പ് എന്ന് എഴുതാം. എഗെയിൻ ഇതെന്താണ്, β1, β2, β3 ആയതുകൊണ്ട് ജെ പ്രൈം ഈക്വൽ ടു β1 ഐ പ്ലസ് β2 ജെ പ്ലസ് β3 കെ എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക അതിന്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് സെറ്റ് പ്രൈം ആക്സിസ് വിത്ത് എക്സ് വൈ സെഡ് എഴുതാമല്ലോ. അതിന് ആ ആംഗിളിനെ γ1, γ2, γ3 ആയിട്ട് കൊടുത്താൽ വി ക്യാൻ റൈറ്റ് γ1 ഈക്വൽ ടു കെ പ്രൈം ഡോട്ട് ഐ ക്യാപ്പ്, γ2 ഈക്വൽ ടു കെ പ്രൈം ഡോട്ട് ജെ ക്യാപ്പ്, γ3 ഈക്വൽ ടു കെ പ്രൈം ഡോട്ട് കെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇതിന് കെ പ്രൈമിന് നമുക്ക് എങ്ങനെ എഴുതാം, കെ പ്രൈം ഈക്വൽ ടു γ1 ഐ ക്യാപ്പ് പ്ലസ് γ2 കെ ക്യാപ്പ് പ്ലസ് γ3 കെ ക്യാപ്പ്. അങ്ങനെ എഴുതാം. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. അതായത് പ്രൈമഡ് കോർഡിനേറ്റ്, ഐ മീൻ ഇൻ ടേംസ് ഓഫ് അൺപ്രൈമഡ് കോർഡിനേറ്റ് നമുക്ക് എന്ത് കിട്ടി, പ്രൈമഡ് കോർഡിനേറ്റ് കിട്ടി. ദീസ് ആർ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഓഫ് എക്സ് പ്രൈം, വൈ പ്രൈം, സെറ്റ് പ്രൈം ഫ്രെയിം റിലേറ്റീവ് ടു എക്സ് വൈ സെറ്റ് പ്രൈം. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് എത്ര ഡയറക്ഷൻ കൊസൈൻസ് ആണ്, 9 എണ്ണം ഉണ്ട്. ആൽഫ 1, ആൽഫ 2, ആൽഫ 3, β1, β2, β3, γ1, γ2, γ3. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ പ്രൈമഡ് കോർഡിനേറ്റ്സ് ആണ്, ഫ്രം അൺപ്രൈമഡ് ആണ് നമുക്ക് കിട്ടിയത്. ഇതിനെ നേരെ ഇൻവേർട്ട് ചെയ്യുക. അതായത് അൺപ്രൈമഡ് കോർഡിനേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രൈമഡ് കോർഡിനേറ്റ്സ് നമുക്ക് ഈക്വലി ഈ ഒരു പ്രോസസ്സിനെ ഇൻവേർട്ട് ചെയ്യാം. അപ്പം യൂസ് ഡയറക്ഷൻ ഓഫ് കൊസൈൻസ് ടു എക്സ്പ്രസ് ഐ ജെ കെ യൂണിറ്റ് വെക്റ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് ഏതാണ്, ദിയർ കമ്പോണൻ്റ് അലോങ് ദ പ്രൈമഡ് ആക്സിസ്. അതായത് ഐ ഇൻ ടേംസ് ഓഫ് ഐ പ്രൈം, ജെ ഇൻ ടേംസ് ഓഫ്, അതായത് അൺപ്രൈം ഇൻ ടേംസ് ഓഫ് പ്രൈമഡ്, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എഗെയിൻ എന്താണ് നമ്മൾ നേരത്തെ വരച്ച അതേ ഫിഗർ തന്നെ. എക്സ് ആക്സിസ് ഉണ്ട്. ഓക്കെ, എക്സ് വൈ സെഡ് ആക്സിസുകൾ, എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് ടു എക്സ് പ്രൈം ആണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് എക്സ് ടു എക്സ് പ്രൈം. അതെന്താണ്, ഐ ഡോട്ട് ഐ പ്രൈം ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ 1. ദെൻ അടുത്തത് എക്സ് ടു വൈ പ്രൈം കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സ് ടു സെഡ് പ്രൈം കൊടുത്തിട്ടുണ്ട്. എക്സ് ടു സെഡ് പ്രൈം ആണ് ഇതാ, ഈ ഒരു ആംഗിൾ ഇല്ല. എക്സ് ടു സെഡ് പ്രൈം ഇതുവരെയാണുള്ളൂ കേട്ടോ. ഓക്കെ, എക്സ് ടു സെഡ് പ്രൈം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുവരെ ഇല്ല, ഇതുവരെ എക്സ് ടു സെഡ് പ്രൈം ആണ്. ഈ തേർഡ് ആംഗിൾ ആൽഫ 3 ആണത്. സോ എക്സ് ടു എക്സ് പ്രൈമിനെ നമ്മൾ ഐ ഡോട്ട് ഐ പ്രൈം എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ പ്രൈം ഡോട്ട് ഐ, പുട്ട് ഇറ്റ് എസ് ആൽഫ 1. ഓക്കെ, ദെൻ എക്സ് ടു വൈ പ്രൈം ഉള്ള ആംഗിൾ ഐ ഡോട്ട് ജെ പ്രൈം that is equal to j prime dot I, that is equal to beta 1. then x to z prime ഉള്ള ആംഗിൾ ആണ് I dot k prime. അത് യൂണിറ്റ് വെക്ടർ ടേംസിൽ എഴുതിയിരിക്കുകയാണ്. that is equal to k prime dot I, that is equal to gamma 1. അപ്പോൾ ഈ ഒരു ഫിഗറിൽ യൂണിറ്റ് വെക്ടറും കൂടിയും അടയാളപ്പെടുത്തണം. പിന്നെ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം, I is equal to I dot I prime into I prime plus I dot j prime into j prime plus I dot k prime into k prime. That is I is equal to alpha 1 I prime plus beta 1 j prime plus gamma 1 k prime. ബ്രാക്കറ്റിലെ ടേംസിൻ്റെ വാല്യൂസ് കൊടുത്താണ് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജെ ഡിയും കെ ഡിയും കണ്ടുപിടിക്കുക. അതായത് ജെ ക്യാപ്പ് ഇസ് ഈക്വൽ ടു ആൽഫ 2 I പ്രൈം
പ്ലസ് ബീറ്റ ടു ജെ പ്രൈം പ്ലസ് ഗാമ ടു കെ പ്രൈം. കെ ഈസ് ഈക്വൽ ടു ആൽഫ 3 ഐ പ്രൈം ബീറ്റ 3 ജെ പ്രൈം ഗാമ 3 കെ പ്രൈം. ഇപ്പം 4, 5, 6 ഇക്വേഷൻസ് കിട്ടി. സോ ദ ഡയറക്ഷൻ കൊസൈൻസ് ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ കോർഡിനേറ്റ്സ് ഓഫ് എ ഗിവൻ പോയിന്റ് ഇൻ വൺ സിസ്റ്റം ആൻഡ് ദ കോർഡിനേറ്റ്സ് ഇൻ ദ അതർ സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷൻ കൊസൈൻസ് എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റം, അതായത് പ്രൈമറി സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്കുള്ള ഒരു റിലേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് യൂണിറ്റ് വെക്റ്റേഴ്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോർഡിനേറ്റ് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എക്സ് പ്രൈം ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെറ്റിന് നമുക്ക് എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യം ആർ ഡോട്ട് ഐ പ്രൈം കാണാം. ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ ആണ്. ഡോട്ട് ഐ പ്രൈം ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ ബ്രാക്കറ്റിൽ നിന്ന് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. എക്സ് ഇൻറ്റു ഐ ഡോട്ട് ഐ പ്രൈം പ്ലസ് വൈ ഇൻറ്റു ജെ ഡോട്ട് ഐ പ്രൈം പ്ലസ് സെറ്റ് ഇൻറ്റു കെ ഡോട്ട് ഐ പ്രൈം. ദാറ്റ് ഈസ് ഐ ഡോട്ട് ഐ പ്രൈം എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ആൽഫ 1 വൈ ഇൻറ്റു ആൽഫ 2 പ്ലസ് സെറ്റ് ഇൻറ്റു ആൽഫ 3 എന്ന് വന്നു. ദാറ്റ് ഈസ് ആർ ഡോട്ട് ഐ പ്രൈം ഈസ് ഈക്വൽ ടു ആൽഫ 1 എക്സ് പ്ലസ് ആൽഫ 2 വൈ പ്ലസ് ആൽഫ 3 സെറ്റ് എന്ന് വന്നു. സോ കോമൺ ഒറിജിൻ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ആർ ഈക്വൽ ടു ആർ പ്രൈം തന്നെ ആയിരിക്കും. കോമൺ ഒറിജിൻ ആയതുകൊണ്ട് ആർ ഈക്വൽ ടു ആർ പ്രൈം ആയിരിക്കും. ഫിഗർ നോക്കുക. സോ നമുക്ക് എന്ത് എഴുതാം, ആർ ഡോട്ട് ഐ പ്രൈമിനെ എങ്ങനെ എഴുതാം, ആർ പ്രൈം ഡോട്ട് ഐ പ്രൈം, കാരണം ആർ പ്രൈമിന് പകരം ആറിന് പകരം ആർ പ്രൈം ഇട്ട് കൊടുക്കുക. അപ്പോൾ ആർ പ്രൈം ഡോട്ട് ഐ പ്രൈം വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്രൈം. ഓക്കെ, കണ്ട, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്രൈം. സോ എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു ആർ ഡോട്ട് ഐ പ്രൈം ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ, നമ്മൾ കണ്ടുപിടിച്ച് എന്താണ്, ആൽഫ 1 എക്സ് പ്ലസ് ആൽഫ 2 വൈ പ്ലസ് ആൽഫ 3 സെറ്റ് ആണ്. അതേപോലെ തന്നെ വൈ പ്രൈം എന്ത് വരും, ബീറ്റ 1 എക്സ് പ്ലസ് ബീറ്റ 2 വൈ പ്ലസ് ബീറ്റ 3 സെറ്റ്. സെഡ് പ്രൈം ഈക്വൽ ടു ഗാമ 1 എക്സ് പ്ലസ് ഗാമ 2 വൈ പ്ലസ് ഗാമ 3 സെറ്റ്. ഈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഇനി ഇക്വേഷൻ 4 നോക്കുക. എന്തായിരുന്നു ഇക്വേഷൻ 4, 5, 6 അല്ലേ, ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നോക്കാം. ഐ ഈസ് ഈക്വൽ ടു ആൽഫ 1 ഐ പ്രൈം പ്ലസ് ബീറ്റ 1 ജെ പ്രൈം പ്ലസ് ഗാമ 1 കെ പ്രൈം ആയിരുന്നു. അപ്പോൾ അതിന് ഐ ഡോട്ട് ഐ കണ്ടാൽ എന്ത് വരും, ആൽഫ 1 അല്ലെ, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൽഫ 1 സ്ക്വയർ പ്ലസ് ബീറ്റ 1 സ്ക്വയർ പ്ലസ് ഗാമ 1 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 1 ആണ്. അതേപോലെ തന്നെ 5ഉം 6ഉം ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ജെ ഡോട്ട് ജെ കിട്ടും, ആൽഫ 2 സ്ക്വയർ പ്ലസ് ബീറ്റ 2 സ്ക്വയർ പ്ലസ് ഗാമ 2 സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്, കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എഴുതാം. അതേപോലെ തന്നെ കെ ഡോട്ട് കെ ഈസ് ഈക്വൽ ടു ആൽഫ 3 സ്ക്വയർ പ്ലസ് ബീറ്റ 3 സ്ക്വയർ പ്ലസ് ഗാമ 3 സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടി അല്ലേ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഐ ഡോട്ട് ജെ കാണാം. അപ്പോൾ ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ ആൽഫ 1 ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ ഐയുടെ ഇക്വേഷൻ എടുക്കുക. അതായത് 4, 5, 6 ഇക്വേഷനിൽ ഐൻ്റെ ഇക്വേഷൻ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക വിത്ത് ജെ. അപ്പോൾ എന്ത് കിട്ടും, ആൽഫ 1 ആൽഫ 2 പ്ലസ് ബീറ്റ 1 ബീറ്റ 2 പ്ലസ് ഗാമ 1 ഗാമ 2. ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക, നമുക്ക് 0 ആണ്, യൂണിറ്റ് വെക്ടർ അല്ലേ. അതേപോലെ തന്നെ ജെ ഡോട്ട് കെ എന്ന് പറഞ്ഞാൽ ആൽഫ 2 ആൽഫ 3 പ്ലസ് ബീറ്റ 2 ബീറ്റ 3 പ്ലസ് ഗാമ 2 ഗാമ 3 ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതൊരു ഇങ്ങനത്തെ കോമ്പിനേഷൻസ്, അതായത് ഒരേ കോർഡിനേറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും, ഡിഫറൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും, നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ ഈ ഒരു ഫോം, അതായത് ഇക്വേഷൻ്റെ ഫോം എങ്ങനെ വരുന്നത്, ആൽഫ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു ഗാമ. അതിൽ വ്യത്യാസം വരുന്നത് ഈ ഒരു സഫിക്സിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനെ കോമൺ ആയിട്ട് എങ്ങനെ എടുത്തെഴുതാം, അപ്പോൾ ഏതൊരു കോമ്പിനേഷൻ ഐ ഡോട്ട് ജെ എടുത്താലും ജെ ഡോട്ട് കെ എടുത്താലും കെ ഡോട്ട് ഐ എടുത്താലും ഒക്കെ 0 വരും. അതേപോലെ തന്നെ ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ എന്ന് പറയുന്നത് 0. അപ്പോൾ നമുക്ക് പ്രൊണക്റ്റഡ് ഡെൽറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ആൽഫ എൽ ആൽഫ എം പ്ലസ് ബീറ്റ എൽ ബീറ്റ എം പ്ലസ് ഗാമ എൽ ഗാമ എം ഈക്വൽ ടു ഡെൽറ്റ എൽ എം. എൽ ഈക്വൽ ടു എം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും, ആൽഫ 2 സ്ക്വയർ ഇതുപോലെ വരും, ഇക്വേഷൻസ് പോലെ വരും. അല്ല എൽ നോട്ട് ഈക്വൽ ടു എം ആണെന്ന് വെച്ചാൽ ഇതുപോലെ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആവും ചെയ്യും ഒരു ഇക്വേഷൻ്റെ വാല്യൂ. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. നമ്മൾ എന്താണ് ഇൻ ടേംസ് ഓഫ് കൊസൈൻ ആംഗിൾസ് വെച്ചിട്ട് ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ.